ദേ നമ്മളിപ്പോ ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാട്ടോ. അപ്പൊ പിറന്നാളായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിക്കണം, അതിന് പോവാ. കേക്ക് മേടിക്കണം, മെയിനായിട്ട് കേക്കാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു സന്തോഷത്തിന്. അപ്പൊ അതിന് പോവാണ്. അപ്പൊ ധൃതിയില് റേഷനം വന്നപ്പോഴേക്കും വേഗം പോയി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഇന്നാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം പിള്ളേര് സ്കൂൾ വിട്ട് വന്നിട്ട് പോയി കേക്ക് കുറിക്കണം. അപ്പൊ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ചിലപ്പോ പ്രതീക്ഷിക്കണ്ടാവും. കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ വളരെ സർപ്രൈസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ പ്രാവശ്യം ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഉണ്ടാവുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും മേടിച്ചിട്ട് വരണം. അങ്ങനെ കറക്റ്റ് 4 മണിയായപ്പോഴേക്കും കൊച്ചുങ്ങൾ വന്നു കേട്ടോ. അപ്പോൾ അതേ കൊച്ചുങ്ങളെ വണ്ടിയിൽ നിന്ന് വെറുതെ അവിടെ പോയി ഗേറ്റിൻ്റെ അവിടെ ഒന്ന് നിന്ന് പിള്ളേരുടെ ബാഗ് മേടിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഞാൻ അവിടെ പോയി നിന്ന് കൊച്ചുങ്ങളുടെ ബാഗ് മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് എന്നും. അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ ഇവരോട് പറഞ്ഞു മിമ്മിയുടെ ബർത്ത്ഡേ ആണ്, വേഗം പോകണമെന്ന് പറഞ്ഞ് വേഗം റെഡിയാവാൻ പോവാം. വീട്ടിലേക്ക് പോകണം. മിമ്മിന്റെ പിറന്നാളാണ്, അത് കാരണം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ വീട്ടിൽ നിന്നാണ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ആദ്യം ഞങ്ങൾ ചാലക്കുടിയിലായിരുന്നു, അവിടെയായിരുന്നു എൻ്റെ ശരിക്കും വീട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ താമസമായി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലൊരു വീട് വേറെ മേടിച്ച് അച്ഛനും അമ്മയും ഇപ്പോൾ അവിടെയാണ്. മിമ്മിക്ക് പിറന്നാൾ ആശംസകൾ എന്നാട്ട് എഴുതിയേക്കണേ. പിള്ളേര് കണ്ണൻ അമ്മേനെ മിമ്മിന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത് കേട്ട് ഇതുങ്ങളിപ്പോൾ അമ്മേനെ അമ്മൂമ്മന്ന് ആരും വിളിക്കാറില്ല, മിമ്മി എന്നുള്ള വാക്ക് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കേൾക്കുമ്പോൾ അങ്ങനെ എഴുതാന്ന്. പക്ഷേ കേക്ക് കൊണ്ടുവന്ന് ബോക്സ് വച്ചൊന്നും ഗൗരി ആ ബോക്സ് എടുത്തൊന്ന് കമുത്തി. അതാണ് ചെറുതായിട്ട് ഡിസൈനൊക്കെ ഒന്ന് ഇതായി. ഞാൻ വിചാരിച്ച പോലെ കേക്ക് അങ്ങനെ കൊളായില്ല, അത് ഭാഗ്യം. ഓക്കെ, ബർത്ത്ഡേ കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞാലും കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ പിള്ളേരൊക്കെ തന്നെ കേട്ടോ. എന്നാലും നമുക്കൊരു സന്തോഷം അത് തന്നെ. അപ്പോൾ 3 പിള്ളേർക്കും ക്യാപ്പ് മേടിച്ചു, ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചു. അപ്പോൾ അമ്മ വെച്ചില്ല, കണ്ണം വെച്ചുകൊണ്ട് നടക്കണ്ടായി. പിള്ളേർക്ക് ഇഷ്ടമായപ്പോൾ കേക്ക് കട്ട് ചെയ്ത് വെറുതെ ഒന്ന് പേരിന് കട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും കൊച്ചുങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ അവരെടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പോൾ വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ എന്താഘോഷം വരാമെന്നുണ്ടെങ്കിലും ഞാൻ ഒറ്റ മോളാണ്. അത് കാരണോണ്ട് പിന്നെ വേറെ അങ്ങനെ ആരും ഉണ്ടാവില്ല, ഞങ്ങളും പിള്ളേരും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ഒരു സന്തോഷം. പിള്ളേർക്കാണെങ്കിൽ കേക്ക് കട്ട് ചെയ്ത കത്തി തന്നെ വേണമെന്ന്. അങ്ങനെ ഒരു ചടങ്ങ് പോലെ കേക്കൊന്ന് കട്ട് ചെയ്തു. നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരൊന്ന് മേലഴിച്ച് കൊണ്ടുപോയത് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായി. നമ്മൾ കേക്കൊക്കെ കഴിച്ച് കൊച്ചുങ്ങളൊരു ഇത്തിരി നേരം. ഇതാണ് ഇവിടെ വന്നാലുള്ള പരിപാടി. ഇവിടെ ആകുമ്പോൾ എന്തും ചെയ്യാമല്ലോ കൊച്ചിന്. അമ്മൂമ്മയും മുത്തശ്ശനാണെങ്കിലും മിമ്മിമ്മയാണെങ്കിലും ചീത്തയൊന്നും പറയില്ല. അത് കാരണം ഇങ്ങനെ റിബണും ഇതൊക്കെ കെട്ടി അവരവരുടെ കളികൾ. പിന്നെ അധികം നേരം നമ്മൾ ഇരുന്നില്ല കേട്ടോ അവിടെ. കണ്ണന് ട്യൂഷനുള്ള വേഗം പോകുന്നു. അപ്പോൾ ഒരു ചെറിയൊരു സമ്മാനം, അത് ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം. കാരണം കുറേ കാലമായി അമ്മ കമ്മൽ തന്നെ ഇട്ടുകൊണ്ട് കിടക്കണം. അപ്പോൾ ഒരു ചെറിയ സ്റ്റഡ് മേടിച്ചു അമ്മയ്ക്ക്. വലുതൊന്നല്ല, ഒരു ചെറുത്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് അപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബർത്ത്ഡേ വന്നപ്പോൾ അന്ന് മേടിച്ചു കൊടുത്തു. അപ്പോൾ ഒരാഴ്ചയോട് ചോദിച്ചപ്പോൾ ഒരാഴ്ചയൊന്നും കുഴപ്പമില്ല മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അച്ചുവാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷം. പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല, ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം.